സ്വരമുയർത്തി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഓർമ്മ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നൽമരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവിനെയാണ്. കാരണമുണ്ട്. മാതാവിൻ്റെ മടിയിൽ കിടന്ന് ഉണ്ണീശോയുടെ അടുത്ത് ആയിരുന്നുകൊണ്ട് മരണം പ്രാപിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ഏറ്റവും വലിയ മനുഷ്യനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ആ ഭാഗ്യം ആർക്കുമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് പോലും ഉണ്ടായിട്ടില്ല. അമ്മയുടെ മടിയിൽ കിടന്ന് ഉണ്ണീശോ അടുത്ത് നിന്ന് മരിയ വാഴ്ത്തോർത്ത് പറയുന്നത് ഔസേപ്പിതാവ് മരിക്കുന്ന സമയത്ത് ഒരു കൈ മാതാവിനും ഒരു കൈ ഉണ്ണീശോയ്ക്കും പിടിച്ചിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത്. ഒരു കയ്യിൽ മാതാവ്, ഒരു കയ്യിൽ ഉണ്ണീശോ. ഇതിനേക്കാളും വലിയ ഭാഗ്യപ്പെട്ട മരണം വേറെ എന്തുണ്ട്? ഇത്രയും ഭാഗ്യം. അതുകൊണ്ടാണ് നല്ല മരണത്തിന്റെ മധ്യസ്ഥനായിട്ട് സഭ വിശുദ്ധ ഔസേപ്പിതാവിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരു കയ്യിലെ മാതാവിൻ്റെ കൈ പിടിച്ച് മറ്റേ കൈയെ ഉണ്ണീശോയുടെ കൈ പിടിച്ചിട്ട് മരിക്കാനായിട്ടുള്ള ഭാഗ്യത്തിനായിട്ട് ഇന്ന് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊന്ന് സ്വപ്നം കണ്ടോക്കി മാതാവിൻ്റെ അടുത്ത് കൈ പിടിച്ച് ഉണ്ണീശോയുടെ ഒരു കൈയും മാതാവിൻ്റെ കയ്യിലും ഒരു കൈയെ ഉണ്ണീശോയുടെ കൈ പിടിച്ച് മരിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യപ്പെട്ട ആ മരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ മരണത്തിനായിട്ട് ഒരുങ്ങാനാണ് ഔസേപ്പിതാവ് ഈ മരണത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഔസേപ്പിതാവിനെ കുറിച്ചിട്ട് വലിയ വിശേഷണമൊന്നുമില്ല. നീതിമാൻ എന്നൊരു ഭാഗം മാത്രമുള്ളൂ. നീ തീയുള്ള മാൻ എന്ന് വെച്ച മനുഷ്യൻ, നീ തീയുള്ള മനുഷ്യൻ. ആ തീയാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ വിശുദ്ധീകരിക്കുന്ന, നമ്മളെ നീതിമാനാക്കുന്ന തീയാണ് പരിശുദ്ധാത്മാവ്. നീതിമാൻ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതാണ്. നീ തീയുള്ള, അഭിഷേകമുള്ള, അനുഗ്രഹമുള്ള, ആശീർവാദമുള്ള മനുഷ്യൻ, നീതിമാൻ. വിശുദ്ധ ഗ്രന്ഥം ആകെ കൂടി വിശേഷിപ്പിക്കുന്നത് അതാണ്. ആ നീതിമാനായിട്ട് മാറുവാനായിട്ട് ഔസേപ്പിതാവിനെ പോലെ നൽമരണം എനിക്കും വേണം.
കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ് സർവസ്വനായ പിതാവ്. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്റെ നാമത്തെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ ഔസേപ്പിതാവിനെ പോലെ ഒരു നല്ല മരണം എനിക്ക് നീ തരണം. അങ്ങനെ നല്ല മരണം വഴിയായിട്ട് സ്വർഗം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എലീശ പ്രാർത്ഥിച്ചതുപോലെ എലിയായേക്കാളും ഇരട്ടി അഭിഷേകം ദൈവമേ എനിക്ക് നീ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം കൊടുത്തു. ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്ന ദൈവമാണ്. അത്യാഗ്രഹത്തോടെയല്ല, ആഗ്രഹത്തോടുകൂടി ചോദിക്കുമ്പോൾ ദൈവം തനിക്ക് നടപ്പിലാക്കി തരും. നമുക്ക് ചോദിക്കേണ്ടത് ഇതാണ്, നന്മരണത്തോടെ മധ്യസ്ഥ ഔസേപ്പിതാവിനെ പോലെ എന്റെ ജീവിതവും നല്ല മരണത്തിനായിട്ട് ഈശോ കുരിശിൽ കിടന്ന് എന്റെ ആത്മാവിനെ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും സമർപ്പിച്ച് നൽമരണത്തിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാ, നീതിതൻ പോർച്ചട്ട ധരിച്ചിടാം. സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാം. വചനത്തിൻ വാളെടുത്ത് വീശിടാം. തിന്മകളെ വെട്ടിയരിഞ്ഞിടാം. വചനത്തിൻ വാളെടുത്ത് വീശിടാം. തിന്മകളെ വെട്ടിയരിഞ്ഞിടാം. വിളവെടുപ്പിൻ കാലമല്ലേ. നമുക്ക് എഴുന്നേൽക്കാം. 100 മേനി വിളയാ ഫലമേകണേ. വിളവെടുപ്പിൻ കാലമല്ലേ. ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് കൈകളിടിച്ച് നമുക്ക് ഗാനത്തിന്റെ വരികൾ പാടാം. ശക്തമായിട്ട് പാടി ദൈവത്തിന്റെ ആത്മീയ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളിടിച്ച് പാടാം. ആത്മമാരിയ നനച്ചിടണേ. ആത്മശക്തിയാ
ഔസപിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഔസപിതാവ് എപ്പോഴും മുൻപന്തിയിലേക്ക് വരില്ല. നിശബ്ദമായിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം പരിപൂർണമായിട്ട് സമർപ്പിച്ച വ്യക്തിയാണ്. ഔസപിതാവ് ഒരിക്കലേ മാതാവിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് മാപ്പ് ചോദിക്കാനായിട്ട് നിന്നു. മാതാവ് സമ്മതിച്ചില്ല. നമുക്കൊക്കെ ചെയ്ത കാര്യത്തെ കുറിച്ചിട്ട് മാപ്പ് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. എന്തിനോട് ചോദിച്ചാലേ പുരുഷനറിയാതെ കന്യക വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ മാതാവ് പരിശുദ്ധാത്മാവ് ഗർഭിണിയായി. അപ്പോഴും പരസ്യമായിട്ട് മാതാവിനെ അവഹേളിക്കാനായിട്ട് താല്പര്യമില്ല. രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ ചിന്തിച്ചു എന്നാണ്, പ്രവർത്തിച്ചിട്ടില്ല, ചിന്തിച്ചു. ആ ചിന്ത കടന്നു വന്നപ്പോഴേക്കും അതിനോർത്തിട്ടാണ് ഔസപിതാവ് ദുഃഖിതനായിട്ട് അങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് പ്രവർത്തിച്ചിട്ടില്ല. മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് മാപ്പ് ചോദിക്കാനായിട്ട് സന്നദ്ധനായത്. ഔസപിതാവിന്റെ ആ നല്ല മനസ്സ്. അതുപോലെ തന്നെ എപ്പോഴും മാതാവിനെ മുൻനിർത്താനാണ് ഔസപിതാവിനെ എപ്പോഴും താല്പര്യം. പക്ഷേ ആപത്ത് വന്നപ്പോൾ ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഉണ്ണിയോശോയെയും മാതാവിനെ രക്ഷിക്കാനായിട്ട് ഔസപിതാവിനെ അവിടെ ഉപകരണമാക്കി. സ്വപ്നങ്ങളുടെ രാജകുമാരനാ, ദൈവത്തിന്റെ സ്വപ്നങ്ങളുടെ രാജകുമാരൻ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാ. ഈ സ്വപ്നത്തിന് പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ രാജകുമാരൻ. അതാണ് ഔസപിതാവിന്റെ സ്വപ്നങ്ങളുടെ പ്രത്യേകത. നമ്മളെപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്, അതല്ല, ദൈവിക പദ്ധതികളുടെ, ദൈവിക ജീവന്റെ സ്വപ്നങ്ങളുടെ രാജകുമാരനാണ് ഔസപിതാവ്. അതുകൊണ്ടാണ് ഔസപിതാവിന്റെ ലില്ലി തളർത്തത്. ഔസപിതാവിന്റെ ആ ലില്ലി മാത്രമേ തളർത്തുള്ളൂ. മാതാവിനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ദേവദൂതൻ സ്വപ്നത്തിലൂടെ സന്ദേശം നൽകി ഉപേക്ഷിക്കരുത്. നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, ഔസപിതാവിനെ ദൈവത്തിന്റെ സ്വപ്നങ്ങളുടെ രാജകുമാരനാക്കിയതുപോലെ എന്നെയും ദൈവിക പദ്ധതികളുടെ സ്വപ്നമായിട്ട് അത് പൂവണിയാനായിട്ടുള്ള ഉപകരണമാക്കി അതിൽ രാജകുമാരിയാക്കി എന്നെ മാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കണം. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ മരണ തിരുനാളിൽ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാനുള്ളത്. ഒന്ന്, ഔസപിതാവിനെ പോലെ നൽമരണം പ്രാപിക്കാനായിട്ട്. എന്തൊരു സന്തോഷാന്നറിയോ ഔസപിതാവിന്റെ മരണസമയത്ത്. ഇതുപോലെ ആത്മീയ ഒരു സന്തോഷം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സൈഡില് മാതാവ്, ഒരു സൈഡിൽ ഉണ്ണീശോ. എന്തു വേണം? വല്ല പരാതിയുണ്ടോ? പരിഭവമുണ്ടോ? ഒന്നുമില്ല. രണ്ടാമതായിട്ട്
ദൈവത്തിന്റെ സ്വപ്നകാരൻ, ദൈവിക പദ്ധതികളുടെ ആ സ്വപ്നങ്ങളുടെ രാജകുമാരനാകാനായിട്ട് നമുക്കും ഔസപിതാവിനെ വരെ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ പദ്ധതികളും മാത്രം നടപ്പിലാക്കിക്കൊണ്ട്, ദൈവത്തിന്റെ സ്വപ്നം മാത്രം എൻ്റെ ജീവിതം മാറ്റുവാനായിട്ട്, ഈ സ്വപ്ന രാജകുമാരൻ എന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ എന്ത് ആഗ്രഹമാണോ അതാണ് ഔസപിതാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. അവിടെയാണ് സുന്ദരമായ ജീവിതം, സുന്ദരമായിട്ടുള്ള മരണം. അതിനായിട്ട് നമുക്ക് നിമിഷം 2 കരങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നത്, ഈശോയെ എന്നെ ജോസഫാക്കി മാറ്റണമേ. ഓരോരുത്തരും ജോസഫായാലേ നമ്മുടെ കുടുംബങ്ങള് തിരുകുടുംബമായിട്ട് മാറും. നമ്മളോരോരുത്തരും ജോസഫായാലേ നമ്മുടെ കുടുംബങ്ങള് തിരുകുടുംബത്തെ പോലെ സ്നേഹത്തിലും സന്തോഷത്തിലും സമ്പത്തിലും ഐക്യത്തിലും ഒരു ഉത്തമ കുടുംബമായിട്ട് മാറും. നമുക്ക് മൂന്നാമതായി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എന്നെ ജോസഫാക്കി മാറ്റണമേ. പേരുകൊണ്ടല്ല, അഭിഷേകം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് എന്നെ നീ ജോസഫാക്കി മാറ്റണമേ. 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത്. ഒന്നാമതായിട്ട് നൽമരണത്തിനായിട്ട്, രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സ്വപ്നങ്ങളുടെ രാജകുമാരനാക്കാനായിട്ട്, മൂന്നാമതായിട്ട് ഈശോയെ എന്നെ നീ ജോസഫാക്കി മാറ്റണമേ. 3 കാര്യങ്ങൾക്കായിട്ട് നമുക്കൊരിക്കൽ കൂടി 2 കരങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. തിരുക്കുടുംബം സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, സ്നേഹം കൊണ്ടൊരു വീട് പണിയാ.